നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കാർ ഓടിച്ചിരുന്ന ഇയാൾ സ്വദേശി പരംജ്യോതി പടിഞ്ഞാറേതിൽ വിനയകുമാരനാണ് പരിക്കേറ്റത്. ആദൂർ മഹാത്മാ LP സ്കൂളിന്റെ മാനേജറും കോൺഗ്രസ് നേതാവുമാണ് വിനയകുമാരൻ. വെള്ളിയാഴ്ച രാവിലെ 8:30 കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന ജോഷിമോൻ ബസും എതിരെ വന്നിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. കാറിൽ കുടുങ്ങിയ വിനയകുമാരനെ നാട്ടുകാരും ബസ് ജീവനക്കാരും ചേർന്ന് കാറിന്റെ വശം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. തുടർന്ന് വെള്ളറക്കാട് SKSSF സഹചാരി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി. വടക്കേക്കാട് തൃക്കണമുക്കിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ പെരുമ്പടപ്പ് കണ്ടുബസാർ സ്വദേശി ചക്കാത്തയിൽ വീട്ടിൽ അലി, നിയാസ്, ഷാജിദ, പഴഞ്ഞി കോട്ടോൽ സ്വദേശി ആലിങ്ങൽ വീട്ടിൽ ഷെരീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ തൃക്കണമുക്ക് ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റവരെ വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഇന്ന്. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. വൈകിട്ട് മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 96 ദേശങ്ങളിലെ തട്ടകത്തമ്മയായ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തേക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പ്രാദേശിക പൂരങ്ങളെത്തും. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 35ഓളം ഗജവീരന്മാർ അണിനിരക്കും. CCTV തത്സമയം പൂരാഘോഷം സംപ്രേഷണം ചെയ്യും. ചാലിശ്ശേരിക്കാരുടെ പൂരാഘോഷത്തിന് പതിർവാണ്യത്തോടെ തുടക്കമായി. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പെരുമയും വിളിച്ചോതുന്ന പതിർവാണ്യം വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് നടന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തു നിന്ന് ലഭ്യമാണ്. ആദ്യകാലങ്ങളിൽ ഉണക്ക മത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ഇപ്പോൾ പച്ച മത്സ്യമാണ് വിൽപ്പന ഏറെ നടന്നത്. മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന മത്സ്യവാണിഭമാണ് ഇവിടെ നടന്നത്. ആദ്യകാലങ്ങളിൽ കൊയ്ത്തുകഴിഞ്ഞ കർഷകർ മിച്ചം വയ്ക്കുന്ന പതിരുൾപ്പെടുന്ന നെല്ല് കൊട്ടയിലാക്കി മത്സ്യക്കച്ചവടക്കാർക്ക് കൊടുത്താൽ കൊട്ട നിറച്ച് മത്സ്യം തിരിച്ചു നൽകുന്നതായിരുന്നു പതിവ്. അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേര് വന്നത്. കൃഷിയുടെ പ്രൗഢിക്ക് നിറം മങ്ങിയതോടെ പതിരു നൽകി മത്സ്യം വാങ്ങുന്നത് നിന്നെങ്കിലും അത് വലിയ കച്ചവടമായി മാറി. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. മത്സ്യത്തിനു പുറമെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ട് തായ, കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പനയാണ് 24 മണിക്കൂർ കൊണ്ട് നടന്നത്. രാത്രികാലങ്ങളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാവി, ഭൂതം, വർത്തമാനം പറയുന്ന തത്തകളുമായി എത്തിയ കാക്കാത്തിക്കൂട്ടങ്ങളും പൂരപ്പറമ്പിൽ സജീവമായിരുന്നു. ക്ഷേത്ര മൈതാനം ഉത്സവപ്രേമികൾ കൈയടക്കി ആഘോഷ കമ്മിറ്റിക്കാർ ആനച്ചമയങ്ങൾ പ്രദർശനവും നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും പുറംപോക്ക് ഭൂമി കയ്യേറുകയും സീഡ് അഴിമതിയിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്ത 17ാം വാർഡ് കോൺഗ്രസ് മെമ്പർ MC ഐജു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി വായനശാല പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TK ശിവൻ, സുമന സുഗതൻ, PT ദേവസി, PM കുഞ്ഞുമോൻ, PT ജോസഫ്, NB ബിജു, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. വാതാലയേശൻ ക്രിയേഷൻസ് നിർമ്മിച്ച ചൂട്ടുകളി എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെ ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജ് ആദരിച്ചു. കോഴിക്കോട് സർവകലാശാല കുട്ടനെല്ലൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് മാത്തമാറ്റിക്സ് വിഭാഗം യുക്ത 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ഹ്രസ്വചിത്ര മത്സരത്തിൽ 2 പുരസ്കാരങ്ങൾ ചൂട്ടുകളി കരസ്ഥമാക്കി. മികച്ച ചിത്രവും ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് നായിക കഥാപാത്രമായ രാമനാഥനെ അവതരിപ്പിച്ച സുനിൽ ചന്ദ്രന് മികച്ച നടനുള്ള പുരസ്കാരവും നേടി. ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനായ ഞമനേങ്ങാട് ഉണ്ണിയാശാന്റെ വസതിയിൽ ചേർന്ന അനുമോദന സദസ്സ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. CCTV പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തുടർന്ന് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ പന്നിവേട്ട, ചൂട്ടുകളി എന്നീ ഹ്രസ്വചിത്രങ്ങളുടെ സംവിധായകൻ പ്രദീപ് നാരായണൻ, തിരക്കഥാകൃത്തും നാടക സംവിധായകനുമായ ബാബു വൈലത്തൂർ, അശോക് ആചാരി, ചലച്ചിത്ര നടൻ ഫാദർ സുനിൽകുമാർ, വാതാലയേശൻ ക്രിയേഷൻസ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി,
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കഥാരചനാ വിഭാഗത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഷെഹ മെഹറിൻ, 10ാം തരം തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഭാനുമതി ഉണ്ണികൃഷ്ണൻ, ചൂട്ടുകളി സിനിമയിലൂടെ പുരസ്കാരം നേടിയ സുനിൽ ചന്ദ്രൻ, തിരക്കഥാകൃത്ത് അശോക് ആചാരി എന്നിവരെ ആദരിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് അംഗം പ്രീതി, സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് PI ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുനിൽ തൊഴിയൂർ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് താലപ്പൊലിയുടെ ഓർമ്മകൾ കവിതകളാക്കി ഫോറസ്റ്റ് ഓഫീസർ. വള്ളുവനാടൻ പൈതൃകത്തിന്റെ താളം നിറഞ്ഞ ഓർമ്മയിൽ പച്ചപ്പിനും വനത്തിനുമൊപ്പം കഴിഞ്ഞ 18 വർഷമായി ജോലി ചെയ്യുന്ന മണ്ണാർക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പെരിങ്ങോട് ആമക്കാവ് സ്വദേശി കളപ്പറമ്പിൽ നൌഷാദാണ് പൂരം ഓർമ്മകൾ കവിതകളാക്കിയത്. ബാല്യത്തിൽ മനസ്സിനെ സ്വാധീനിച്ച ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ ഓർമ്മകളാണ് കവിതയിലൂടെ നൌഷാദ് പറയുന്നത്. എഴുത്തിന്റെ താളത്തിൽ തുടങ്ങിയ യാത്ര താലപ്പൊലിയുടെ താളവുമായി കവിതയിലൂടെ ഇഴചേരുകയാണ്. വള്ളുവനാടൻ താലപ്പൊലിയോടുള്ള തന്റെ ബന്ധം വാക്കുകളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് നൌഷാദ്. മധുരനാദം, കൃഷ്ണമണിയുടെ ചുവടുകൾ, പഞ്ചവാദ്യത്തിന്റെയും ആനയമ്പലത്തിന്റെയും ശ്രുതിമാധുര്യം, തെയ്യവും തിറയും പൂതനും കരിങ്കാളിയും കാളകളും വർണ്ണക്കാവടികളും, പൂരത്തലേനാളുള്ള പതിരുവാണിഭം തുടങ്ങി പൂരത്തിന്റെ ഓരോ കാഴ്ചകളും സമ്മാനിച്ച അനുഭവം ഇന്ന് മായാതെ മനസ്സിൽ താലോലിക്കുന്ന നൌഷാദ് ആമക്കാവ് കളപ്പറമ്പിൽ അബ്ദുൾ റഹ്മാൻ നബീസ ദമ്പതികളുടെ 10 മക്കളിൽ 8ാമനാണ്. പെരിങ്ങോട് ഹൈസ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. പൊന്നാനി MESൽ നിന്ന് പ്രീ ഡിഗ്രിയും തുടർന്ന് ഡിഗ്രിയും പഠിച്ചു. ഗ്രാമത്തിലെ ലൈബ്രറിയിലെ സുഹൃത്തുക്കൾ പുറത്തിറക്കിയ ചിരാത് കയ്യെഴുത്തു മാസികയിലാണ് ആദ്യമായി കവിത എഴുതിയത്. കടന്നു വരികയാണവൻ, കാത്തിരിക്കുന്ന മണ്ണിൽ കാലം കൽപ്പിച്ച നിയോഗവുമായി സാക്ഷാൽ പാലകാപ്യ ഗജപതി വരികയാണ്. മാതംഗമാണിക്യം. പഠനശേഷം 2007 ഫോറസ്റ്റ് ഗാർഡായി ജോലി ലഭിച്ചു. 2022 സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായി പ്രമോഷൻ ലഭിച്ചു. രാത്രിയിലെ ഒഴിവു സമയങ്ങളിൽ കവിതയും എഴുത്തും ഒപ്പം കൊണ്ടു നടന്നു. പ്രകൃതിയോടുള്ള സ്നേഹം പ്രചരിപ്പിക്കാനായി ഫോറസ്റ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾക്കായി പാട്ടുകളും ഫയർ സീസണിൽ വനം വകുപ്പിനു വേണ്ടി കാട്ടുതീ പ്രതിരോധ ബോധവൽക്കരണ സന്ദേശങ്ങളും രചിച്ചു. നെല്ലിയാമ്പതിയിൽ ജോലി ചെയ്യവേ നെല്ലിയാമ്പതിയെക്കുറിച്ച് ലേഖനവും അട്ടപ്പാടി മലനിരകളെക്കുറിച്ചും സ്കൂൾ കലോത്സവത്തിന് നാടക പാട്ടും നബിദിന പാട്ടുകളും എഴുതിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി ലേഖനങ്ങളും കവിതകളും എഴുതി. ചാലിശ്ശേരി NI പരീദിന്റെ മകളായ ബുഷറയാണ് സഹധർമ്മിണി. 8ാം ക്ലാസ് വിദ്യാർത്ഥി ഐഷ നൂഷിൻ മകളാണ്. തയ്യൂർ സൗഹൃദ നഗർ നിവാസികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ തയ്യൂർ സൗഹൃദ നഗർ റോഡ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലായിരുന്നു. പ്രദേശവാസികളുടെ പ്രയാസം മനസ്സിലാക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ സ്ഥലം സന്ദർശിച്ച് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് 22 ലക്ഷം രൂപ അടങ്കൽ തുക വകയിരുത്തി പ്രദേശത്തെ 400 മീറ്ററിലധികം വരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, മുൻ പഞ്ചായത്ത് അംഗം മുരളി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തകർന്ന ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, ജനവാസ കേന്ദ്രങ്ങളിൽ പുതിയ ടാർ റോഡുകൾ നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തി കടവല്ലൂർ പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനെതിരെ കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ ജാഥകളും തുടർന്ന് പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ സംഗമവും നടത്തി. നാസർ കല്ലായി, കുഞ്ഞു മുഹമ്മദ്, അബു പുത്തൻകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK അലി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആഷിഖ് കാദിരി, KA ശിവരാമൻ, ഷാജി P കാസ്മി, നിഷ രേഗത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് K കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം കാണിയാമ്പാൽ ചെറുവത്തൂർ കൊച്ചുണ്ണി ഭാര്യ കൊച്ചുമോൾ നിര്യാതയായി. 76 വയസ്സായിരുന്നു. പെരുമ്പിലാവ് TMVHSSലെ റിട്ടയേർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 ആർത്താറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. ബിനോജ്, ബിജേഷ് എന്നിവർ മക്കളാണ്.
ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.